പെരിന്തൽമണ്ണ പ്രസന്റേഷൻ സ്കൂളിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ പ്രധാന അധ്യാപികയെയും ക്ലാസ് ടീച്ചറെയും ചുമതലകളിൽ നിന്ന് ഒഴിവാക്കി. കേസ് അന്വേഷണത്തിൽ സത്യാവസ്ഥ വ്യക്തമാകുന്നതുവരെ ഇവരെ സ്കൂളിൽ തുടരാൻ അനുവദിക്കേണ്ടതില്ലെന്നാണ് സ്കൂൾ സംയുക്ത സമിതിയുടെ അന്വേഷണത്തിനൊടുവിലെടുത്ത തീരുമാനം. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി തേജസ് ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട് സ്കൂൾ സംയുക്ത സമിതി വിശദമായ അന്വേഷണം നടത്തി. അന്വേഷണത്തെ തുടർന്ന് പ്രധാന അധ്യാപികയെയും ക്ലാസ് ടീച്ചറെയും സ്കൂളിലെ എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്താൻ സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിച്ചു. SFI, MSF അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ സ്കൂളിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. PTA ഭാരവാഹികൾ ഉൾപ്പെട്ട സംയുക്ത സമിതി നൽകിയ അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചത്. ഇതേസമയം തേജസിന്റെ മരണത്തിന് ഉത്തരവാദികളായ അധ്യാപകർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ജനകീയ കൂട്ടായ്മയുടെ ആവശ്യം. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസ്, വിദ്യാഭ്യാസ വകുപ്പ് മേലധികാരികൾക്ക് പരാതി നൽകാനും തുടർ നടപടികൾ സ്വീകരിക്കാനുമാണ് ജനകീയ ആക്ഷൻ കൗൺസിൽ പ്രവർത്തിക്കുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം നടന്നുവരികയാണ്. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.